ആണ് സ്തോത്രം. കൊല്ലുന്നവനെ ഭയപ്പെടരുത്, കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്നവനെ ഭയപ്പെടാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് കിട്ടിയ ആ കൃപയുടെ സ്നേഹമാണ് ഞങ്ങൾ നിങ്ങളോട് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഞങ്ങളെ ഉപദ്രവിച്ച് ഞങ്ങളുടെ വായടക്കാവുന്നോ, ഞങ്ങളെ കൊന്നിട്ട് ഇത് പറയാതിരിക്കാവുന്നോ എന്ന് നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളാണ് സ്തോത്രം തോറ്റുപോകുന്നത്. കാരണം ഒരിക്കലും ഇത് തോക്കത്തില്ല. ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും ഒരിക്കലും തോറ്റുപോകത്തില്ല. ആ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ ശക്തിയും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. ലോകത്തിൻ്റെ അവസാനം വരെ ഇതാ നിലനിൽക്കത്തുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി, നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ നശിച്ചു പോകാതിരിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ ലോകത്തോട് ഈ സത്യം വിളിച്ചു പറയുന്നത്. ഓരോ രാജ്യങ്ങളും ഓരോ സംസ്ഥാനങ്ങളും ഓരോ ജില്ലകളും ഓരോ താലൂക്കുകളും നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ ഓരോ ഏരിയയിലും നിങ്ങൾ നോക്കുവിൻ. ഈ സത്യസുവിശേഷം പ്രസംഗിച്ച് നടക്കുന്നവരല്ലാതെ കണ്ട് ആരാകുന്നു മറ്റുള്ളവരെ സ്നേഹിക്കുന്നത്? ലോകം മുഴുവനുമുള്ള ജനങ്ങൾ മദ്യപാനികളും പിടിച്ചുപറിക്കാരും കൊല്ലുന്നവരും വ്യഭിചാരികളുമായി നശിച്ചു പോകുമ്പോൾ ഈ സത്യസുവിശേഷം പറഞ്ഞു നടക്കുന്ന ഒരു കൂട്ടന് മാത്രമല്ലേ നിങ്ങളെ സ്നേഹിക്കുവാനുള്ളൂ? അവർ വല്ലതും നിങ്ങളെ പിടിച്ചു പറിക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് മനസ്സിലാക്ക്. ഇത്രയും കാലമായല്ലോ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞങ്ങളെ നിങ്ങൾ ഉപദ്രവിച്ചത് കൊണ്ടോ, ഞങ്ങളെ ജയിലിലടച്ചത് കൊണ്ടോ, ഞങ്ങളെ കൊന്നത് കൊണ്ടോ ഞങ്ങളുടെ വായടക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ നിങ്ങൾക്കാണ് തെറ്റുപറ്റിയിരിക്കുന്നത്. ഇത് ലോകത്തിൻ്റെ അവസാനം വരെ ഈ സത്യസുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞങ്ങളെ കൊന്നതുകൊണ്ടോ, ഞങ്ങളെ ജയിലിലടച്ചത് കൊണ്ടോ, ഞങ്ങളെ ഉപദ്രവിച്ചത് കൊണ്ടോ, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആലയങ്ങൾ നിങ്ങൾ തീക്കരയാക്കിയത് കൊണ്ടോ ഞങ്ങളുടെ വായടക്കാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. കാരണം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി, നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി, നിങ്ങളുടെ നല്ലതിനു വേണ്ടി, നിങ്ങൾ പിതാവിൻ്റെ സന്നിധിയിൽ എത്തേണ്ടതിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ സത്യസുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളെന്തിന് പ്രയാസപ്പെടുന്നു? നിങ്ങളെന്തിന് വികാരം കൊള്ളുന്നു? ഒരു മതം ഒരു മനുഷ്യൻ രക്ഷിക്കുമോ? ഒരു മതത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് ഒരു മനുഷ്യനെങ്കിലും രക്ഷ പ്രാപിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ ഒരു വ്യക്തി ഉണ്ട്. അദ്ദേഹം ഇന്ന് മൺമറഞ്ഞു പോയി. അദ്ദേഹം ഒരു നല്ല എഴുത്തുകാരൻ.